അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, സുന്നി വിദ്യാഭ്യാസ ബോർഡ് 10ാം ക്ലാസ്സിലേക്ക് പുതുതായി തയ്യാറാക്കിയ ഫിഖ്ഹുൽ ഇസ്ലാമിയുടെയും വർക്ക് ബുക്കിന്റെയും 9ാമത്തെ ചാപ്റ്ററാണ് വായിക്കുന്നത്. അബ്ഗളുൽ ഹലാലി ഇലല്ലാഹ്, ഹലാലിൽ വെച്ച് അള്ളാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള ത്വലാഖാണ്. ത്വലാഖിനെ കുറിച്ചാണ് പാഠത്തിൽ പറയുന്നത്. എപ്പോഴാണ് ത്വലാഖ് ചൊല്ലേണ്ടത്, ത്വലാഖ് ചൊല്ലാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, ചൊല്ലുകയാണെങ്കിൽ ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് എന്നീ കാര്യങ്ങൾ വിശദമായി പറയുന്നു. നമുക്കൊന്ന് വായിക്കാം. മനുഷ്യന്റെ ശത്രുവാണ് ഇബ്ലീസ്. ജനങ്ങൾക്കിടയിൽ കുഴപ്പം സൃഷ്ടിക്കുന്നത് അവന് വളരെ ഇഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇബ്ലീസ് വെള്ളത്തിന് മുകളിൽ സിംഹാസനത്തിലിരുന്ന് ജനങ്ങൾക്കിടയിൽ കുഴപ്പം സൃഷ്ടിക്കാൻ അനുയായികളെ അയക്കും. തിരിച്ചു വരുന്നവരോട് നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കും. ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ കുഴപ്പമുണ്ടാക്കിയവൻ നീയാണ് മിടുക്കൻ എന്ന് പറഞ്ഞ് അഭിനന്ദിക്കുമെന്നുള്ളതാണ് മുസ്ലിം റിപ്പോർട്ട് ഹദീസാണ്. ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതും അല്ലാഹു തആല ഏറ്റവും നിരുത്സാഹപ്പെടുത്തിയതുമായ കാര്യമാണ് ത്വലാഖ്. ഭാര്യയോ ഭർത്താവോ ത്വലാഖിന് ആഗ്രഹിച്ചാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു സ്ത്രീ തന്റെ ഭർത്താവിനോട് യാതൊരു കാരണവുമില്ലാതെ ത്വലാഖ് ആവശ്യപ്പെട്ടാൽ സ്വർഗത്തിന്റെ സുഗന്ധം അവൾക്ക് നിഷിദ്ധമാണ്. അബൂ ദാവൂദ് റിപ്പോർട്ട് ഹദീസാണ്. റളിയല്ലാഹു അൻഹു. ഭാര്യാഭർത്താക്കന്മാർ പരസ്പര കടമകൾ നിർവഹിച്ച് സന്തോഷത്തോടെ ജീവിക്കണം. പിണക്കമുണ്ടായാൽ ഉപദേശിക്കണം, വിട്ടുവീഴ്ച ചെയ്യണം, ചീത്ത പറയരുത്, അടിക്കരുത്. സ്വന്തമായി പരിഹരിക്കാൻ പ്രയാസമുള്ള വിഷയങ്ങൾ മധ്യസ്ഥന്മാർ മുഖേന പരിഹരിക്കണം. ഒരുമിച്ച് ജീവിക്കാൻ പ്രയാസമാണെങ്കിൽ ത്വലാഖ് ചൊല്ലാവുന്നതാണ്. മുക്കല്ലഫും തന്റേടമുള്ളവനും, മുക്കല്ലഫ് പറഞ്ഞാൽ പ്രായപൂർത്തി ബുദ്ധിയുള്ളവൻ, തന്റേടമുള്ളവനും ത്വലാഖ് ചൊല്ലിയാൽ മാത്രമേ ത്വലാഖ് സാധുവാകുകയുള്ളൂ. തമാശയായിട്ടോ ലഹരിയിലായിട്ടോ ത്വലാഖ് ചൊല്ലിയാലും ത്വലാഖ് സാധുവാകും. തമാശി പറഞ്ഞു, അതല്ലെങ്കിൽ കള്ളു കുടിച്ചിട്ട് ത്വലാഖ് ചൊല്ലി, എന്നാലും ത്വലാഖ് സംഭവിക്കുമെന്നുള്ളതാണ്. ഞാൻ ഇന്ന ത്വലാഖ് ചൊല്ലി, നീ ത്വലാഖ് ചൊല്ലപ്പെട്ടവളാണ് തുടങ്ങിയവ ത്വലാഖിന്റെ വ്യക്തമായ പദങ്ങളാണ്. ഇങ്ങനെ പദങ്ങൾ പറഞ്ഞാൽ പിന്നെ സംശയിക്കേണ്ടതില്ല, തീർച്ചയായിട്ടും ത്വലാഖ് തന്നെയായിരിക്കും അത്. നിന്നെ എനിക്ക് വേണ്ട, നിന്നെ ഞാൻ ഒഴിവാക്കി തുടങ്ങിയവ ത്വലാഖിന്റെ സൂചക പദങ്ങളാണ്. സൂചക പദങ്ങളിൽ ത്വലാഖിന്റെ നിയ്യത്തുണ്ടായാൽ മാത്രമേ ത്വലാഖ് സംഭവിക്കുകയുള്ളൂ. ഈ പറഞ്ഞത് കൊണ്ട് എന്തുദ്ദേശിക്കണം? ത്വലാഖാണെന്ന് ഉദ്ദേശിക്കണം. എന്നാൽ മാത്രമേ ത്വലാഖ് പോകുള്ളൂ. ത്വലാഖ് ചൊല്ലാൻ മറ്റൊരാളെ ഏൽപ്പിക്കാം. ഏൽപ്പിക്കപ്പെട്ട വ്യക്തി ത്വലാഖ് ചൊല്ലിയാൽ ത്വലാഖ് സംഭവിക്കും. ഒരു കാര്യം സത്യം ചെയ്തു പറഞ്ഞാൽ നിർബന്ധമായും ഇത് പാലിക്കണം. ലംഘിച്ചാൽ കഫാറത്ത് നൽകുകയും വേണം. എന്നാൽ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയില്ലെന്ന് ഒരാൾ സത്യം ചെയ്താൽ 4 മാസത്തിനകം അതിൽ നിന്ന് പിന്മാറി കഫാറത്ത് കൊടുത്തില്ലെങ്കിൽ ഭാര്യയെ ത്വലാഖ് ചൊല്ലി മോചിപ്പിക്കണം. ഏതായാലും ഈ ദ്രോഹം തുടരാൻ ശർഅ് അനുവദിക്കുന്നില്ല. ഭാര്യയുടെ അവകാശങ്ങൾ നിറവേറ്റാൻ കഴിയാതിരിക്കുക, മോശം സ്വഭാവം കാരണം ഒരുമിച്ച് ജീവിക്കാൻ കഴിയാതിരിക്കുക തുടങ്ങിയ കാരണങ്ങളുണ്ടായാൽ ത്വലാഖ് ചൊല്ലൽ സുന്നത്താണ്. ഹൈള് നിഫാസ് സമയത്തും ജമാഅ നടന്ന ശുദ്ധി സമയത്തും ത്വലാഖ് ചൊല്ലൽ ഹറാമാണ്. ഒരു കാരണവുമില്ലാതെ ത്വലാഖ് ചൊല്ലൽ കറാഹത്താണ്. ത്വലാഖിൽ ചുരുങ്ങിയത് 1ഉം കൂടിയത് 3ഉമാണ്. 1ഓ 2ഓ ത്വലാഖ് ചൊല്ലിയാൽ ഇദ്ദ കഴിയുന്നതിന് മുമ്പ് തിരിച്ചെടുക്കാം. ഞാൻ എന്റെ ഭാര്യയെ തിരിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ മതി. തിരിച്ചെടുക്കുമ്പോൾ സാക്ഷി ഉണ്ടാവൽ സുന്നത്താണ്. ഇദ്ദ കഴിഞ്ഞാൽ പുതിയ നിക്കാഹ് ചെയ്തും തിരിച്ചെടുക്കാം. 3 ത്വലാഖ് ചൊല്ലിയാൽ തിരിച്ചെടുക്കുന്നതും പുതിയ നിക്കാഹ് ചെയ്ത് ഭാര്യയാക്കുന്നതും സാധുവല്ല. ഇദ്ദ കഴിഞ്ഞതിന് ശേഷം മറ്റൊരാൾ വിവാഹം കഴിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ത്വലാഖ് ചൊല്ലുകയും ഇദ്ദ കഴിയുകയും ചെയ്താൽ മാത്രമേ പുതിയ നിക്കാഹ് ചെയ്യൽ സാധുവാകുകയുള്ളൂ. എണ്ണം പറയാതെ ത്വലാഖ് ചൊല്ലിയാൽ ഒരു ത്വലാഖായി പരിഗണിക്കും. ചൊല്ലിയോ ഇല്ലയോ എന്ന് സംശയിച്ചാൽ ത്വലാഖാവില്ല. എന്ന 1ആണോ 2ആണോ സംശയിച്ചാൽ ഒരു ത്വലാഖായി പരിഗണിക്കും. 1ഓ 2ഓ ത്വലാഖ് ചൊല്ലിയ സ്ത്രീക്ക് ഇദ്ദ കാലത്ത് ചെലവ് കൊടുക്കൽ നിർബന്ധമാണ്. ഇദ്ദ കാലത്ത് ഭാര്യാഭർത്താക്കന്മാരിൽ ഒരാൾ മരണപ്പെട്ടാൽ അനന്തരാവകാശവും ലഭിക്കുന്നതാണ്. എന്നാൽ ഇദ്ദ കാലത്ത് നോക്കാനോ തൊടാനോ പാടില്ല. ഭർത്താവ് പ്രതിഫലം വാങ്ങി ത്വലാഖ് ചൊല്ലുന്നതാണ് ഖുൽഅ. ഖുൽഅ നടത്തുന്നവൻ മുക്കല്ലഫും തന്റേടമുള്ളവനുമായിരിക്കണം. കാരണമില്ലാതെ ഖുൽഅ കറാഹത്താണ്. സ്ത്രീയോ കോടതിയോ ത്വലാഖ് ചൊല്ലിയാൽ ഖുൽഅ സ്വഹീഹാവുകയില്ല. ഭാര്യയ്ക്കും ഭർത്താവിനും ശർഅ് നിശ്ചയിച്ച കാരണങ്ങൾ ഉണ്ടെങ്കിൽ ഫസ്ഖ് ചെയ്ത് വിവാഹമോചനം നേടാം. ചെലവ് കൊടുക്കാൻ കഴിയാത്ത വിധം ഭർത്താവ് പാപ്പരായാൽ ഭാര്യയ്ക്ക് ഖാളി മുഖേന ഫസ്ഖ് ചെയ്യാം. അതുപോലെ വിവാഹ സമയത്ത് നിബന്ധന വെച്ച പ്രായം, സൗന്ദര്യം, യുവത്വം, ദീന് തുടങ്ങിയവ ഇല്ലാതിരിക്കുക.
ഭ്രാന്ത്, വെള്ളപ്പാണ്ട്, കുഷ്ഠരോഗം, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റാത്ത രീതിയിൽ രോഗങ്ങൾ വിവാഹ സമയത്തുണ്ടാവുക തുടങ്ങിയവ ഫസ്ഖിന്റെ കാരണങ്ങളാണ്. ത്വലാഖ് കൊണ്ടോ ഫസ്ഖ് കൊണ്ടോ ഖുൽഉ കൊണ്ടോ മരണം കൊണ്ടോ ഭർത്താവുമായി പിരിഞ്ഞാൽ ഇദ്ദ ആചരിക്കണം. എന്നാൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് വേർപിരിഞ്ഞാൽ ഇദ്ദ ആചരിക്കേണ്ടതില്ല. ഹൈദുള്ളവളാണെങ്കിൽ 3 ശുദ്ധികാലവും ഇല്ലാത്തവളാണെങ്കിൽ 3 മാസവുമാണ് ഇദ്ദയുടെ കാലം. പ്രസവത്തോടെ ഗർഭിണി ഇദ്ദ കഴിയും. ഭർത്താവ് മരണപ്പെട്ട സ്ത്രീ ഇദ്ദ 4 മാസവും 10 ദിവസവുമാണ്. അവൾ ഗർഭിണിയാണെങ്കിൽ പ്രസവത്തോടെ ഇദ്ദ കഴിയും. സുഗന്ധം പൂശുക, ഭംഗിയുള്ള വസ്ത്രമണിയുക, ആഭരണം ധരിക്കുക, തലയിൽ എണ്ണ തേക്കുക തുടങ്ങിയ കാര്യങ്ങൾ വഫാത്തിന്റെ ഇദ്ദയിൽ നിഷിദ്ധമാണ്. ഇദ്ദ ഇരിക്കുന്നവൾക്ക് താമസസൗകര്യം നൽകൽ ഭർത്താവിന് നിർബന്ധമാണ്. വേർപിരിയുന്ന സമയത്തുള്ള വീട്ടിലാണ് ഇദ്ദ ഇരിക്കേണ്ടത്. അനാവശ്യമായവൾ പുറത്തു പോകാൻ പാടില്ല. ഇനി നമുക്ക് വർക്കൊന്ന് വായിക്കാം. ഒന്നാമത്തെ വർക്ക് നുജീബു ബി കലിമത്തിൻ, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. ഒന്നാമത്തെ ചോദ്യം, അല്ലാഹു തആല ഏറ്റവും നിരുത്സാഹപ്പെടുത്തിയ കാര്യം ഏതാണ്? ത്വലാഖ്. 2, ഭാര്യയുടെ അവകാശങ്ങൾ നിറവേറ്റാൻ കഴിയുന്നില്ലെങ്കിൽ സുന്നത്താണ് എന്ത്? ത്വലാഖ്. ചോദ്യം 3, കാരണമില്ലാതെ ഖുൽഉ ചെയ്യുന്നതിന് വിധി എന്ത്? കറാഹത്ത്. 4, ഭർത്താവ് പാപ്പരായാൽ ഭാര്യയ്ക്ക് ഫസ്ഖ് ചെയ്യാം. ആര് മുഖേന? ഖാളി മുഖേന. 5-ാമത്തെ ചോദ്യം, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ഭർത്താവ് മരിച്ചാൽ ഇദ്ദ വേണോ? വേണ്ട. സെക്കൻഡ് ആക്ടിവ് തഖ്സീസ്. 1, ഈ പാഠത്തിൽ നിന്ന് 7 ചോദ്യങ്ങളും അവരുടെ ഉത്തരങ്ങളും എഴുതുക. ചോദ്യം 1, അവൻ മനുഷ്യന്റെ ശത്രുവാണ്. ആര്? ഇബ്ലീസ്. 2, തമാശയിൽ ത്വലാഖ് ചൊല്ലിയാൽ സംഭവിക്കുമോ? സംഭവിക്കും. 3-ാമത്തെ ചോദ്യം, ത്വലാഖ് ചൊല്ലാൻ മറ്റൊരാൾ ഏൽപ്പിക്കാമോ? ഏൽപ്പിക്കാം. 4-ാമത്തെ ചോദ്യം, ത്വലാഖ് ചൊല്ലൽ ഹറാമാകുന്നത് എപ്പോൾ? ഹൈള്, നിഫാസുള്ള സമയത്ത്. ചോദ്യം 5, ഇദ്ദ കഴിയുന്നതിന് മുമ്പ് ഭാര്യ തിരിച്ചെടുക്കാം. ഇദ്ദ കഴിയുന്നതിന് മുമ്പ് ഭാര്യയെ തിരിച്ചെടുക്കാം എപ്പോൾ? 1 or 2 ത്വലാഖ് ചൊല്ലിയാൽ. ചോദ്യം 6, ഇദ്ദ ഇരിക്കുന്ന സമയത്ത് ഭർത്താവ് ചെലവ് നൽകുന്നതിന്റെ വിധി? നിർബന്ധം. ചോദ്യം 7, ഖുൽഉ എന്നാൽ എന്ത്? ഉത്തരം, ഭർത്താവ് പ്രതിഫലം വാങ്ങി ത്വലാഖ് ചൊല്ലുന്നതിനാണ്. 2-ാമത്തത്, വിവാഹമോചനം എന്ന വിഷയത്തിൽ കുറിപ്പ് തയ്യാറാക്കുക. ആദ്യ വിവാഹത്തെ കുറിച്ചാണ് എഴുതുന്നത്. വിവാഹം പവിത്രമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇസ്ലാം നിർദ്ദേശിച്ച രീതിയിൽ വിവാഹം പവിത്രമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. ഇസ്ലാം നിർദ്ദേശിച്ച രീതിയിൽ പവിത്രമായ രീതിയിൽ തന്നെ അതുണ്ടാവണം. നിക്കാഹിന് ശേഷം ആദ്യമായി കണ്ടുമുട്ടുമ്പോൾ ഭാര്യയുടെ മൂർധാവിൽ കൈവച്ച് ബാറക്കല്ലാഹു ലികുല്ലി മിന്നാ ഫീ സ്വാഹിബിഹി എന്ന് പറയണം. അനാചാരങ്ങൾ, നിഷിദ്ധമായ കാര്യങ്ങൾ ഒഴിവാക്കണം. ദൂർത്ത് നിഷിദ്ധമായ കാര്യത്തിൽപ്പെട്ടതാണ്. വിവാഹത്തെ ലക്ഷ്യങ്ങൾ നേടാൻ ആഗ്രഹിക്കണം. വിശുദ്ധ ജീവിതം, സന്താനോൽപാദനം, ഉത്തമ കുടുംബം, കെട്ടുറപ്പുള്ള ദീനി സമൂഹം തുടങ്ങിയവയാണ് വിവാഹത്തിന്റെ ലക്ഷ്യങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിക്കാഹ് എന്റെ സുന്നത്തിൽപ്പെട്ടതാണ്. എന്റെ സുന്നത്തിനെ സ്വീകരിക്കാത്തവൻ എന്നിൽപ്പെട്ടവനല്ല. നിങ്ങൾ വിവാഹം കഴിക്കൂ. നിങ്ങൾ എണ്ണം പറഞ്ഞ് മറ്റു സമുദായങ്ങളടുത്ത് ഞാൻ അഭിമാനം പറയും. ഇനി വിവാഹമോചനത്തെ കുറിച്ചാണ് എഴുതുന്നത്. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പര കടമകൾ നിർവഹിച്ച് സന്തോഷത്തോടെ ജീവിക്കണം. പിണക്കമുണ്ടാൽ ഉപദേശിക്കണം. വിട്ടുവീഴ്ച ചെയ്യണം. ചീത്ത പറയരുത്, അടിക്കരുത്. സ്വന്തമായി പരിഹരിക്കാൻ പ്രയാസമുള്ള വിഷയങ്ങൾ മധ്യസ്ഥന്മാർ മുഖേന പരിഹരിക്കണം. ഒരുമിച്ച് ജീവിക്കാൻ പ്രയാസമാണെങ്കിൽ ത്വലാഖ് ചൊല്ലാവുന്നതാണ്. മുക്കല്ലഫും തന്റേടമുള്ളവനും ത്വലാഖ് ചൊല്ലിയാൽ മാത്രമേ ത്വലാഖ് സാധുവാകുകയുള്ളൂ. തമാശയായിട്ടോ ലഹരിയിലായിട്ടോ ത്വലാഖ് ചൊല്ലിയാലും ത്വലാഖ് സാധുവാകും. ഞാൻ ഇന്ന ത്വലാഖ് ചൊല്ലി, നീ ത്വലാഖ് ചൊല്ലപ്പെട്ടവളാണ് തുടങ്ങിയ ത്വലാഖിന്റെ വ്യക്തമായ പദങ്ങളാണ്. നിന്നെ എനിക്ക് വേണ്ട, നിന്നെ ഞാൻ ഒഴിവാക്കി തുടങ്ങിയ ത്വലാഖിന്റെ സൂചക പദങ്ങളാണ്. സൂചക പദങ്ങളിൽ ത്വലാഖിന്റെ നിയ്യത്തുണ്ടായാൽ മാത്രമേ ത്വലാഖ് സംഭവിക്കുകയുള്ളൂ. ത്വലാഖ് ചൊല്ലാൻ മറ്റൊരാൾ ഏൽപ്പിക്കാം. ഏൽപ്പിക്കപ്പെട്ട വ്യക്തി ത്വലാഖ് ചൊല്ലിയാൽ ത്വലാഖ് സംഭവിക്കും. 3-ാമത്തത്, ഇദ്ദ ആചരിക്കൽ. ത്വലാഖ് കൊണ്ടോ ഫസ്ഖ് കൊണ്ടോ ഖുൽഉ കൊണ്ടോ മരണം കൊണ്ടോ ഭർത്താവുമായി പിരിഞ്ഞാൽ ഇദ്ദ ആചരിക്കണം. എന്നാൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് വേർപിരിഞ്ഞാൽ ഇദ്ദ ആചരിക്കേണ്ടതില്ല. ഹൈദുള്ളവളാണെങ്കിൽ 3 ശുദ്ധികാലവും ഇല്ലാത്തവളാണെങ്കിൽ 3 മാസവുമാണ് ഇദ്ദയുടെ കാലം. പ്രസവത്തോടെ ഗർഭിണി ഇദ്ദ കഴിയും. ഭർത്താവ് മരണപ്പെട്ട സ്ത്രീ ഇദ്ദ 4 മാസവും 10 ദിവസവുമാണ്. അവൾ ഗർഭിണിയാണെങ്കിൽ പ്രസവത്തോടെ ഇദ്ദ കഴിയും. സുഗന്ധം പൂശുക, ഭംഗിയുള്ള വസ്ത്രമണിയുക, ആഭരണം ധരിക്കുക, തലയിൽ എണ്ണ തേക്കുക തുടങ്ങിയ കാര്യങ്ങൾ വഫാത്തിന്റെ ഇദ്ദയിൽ നിഷിദ്ധമാണ്. ഇദ്ദ ഇരിക്കുന്നവൾക്ക് താമസ സൗകര്യം നൽകൽ ഭർത്താവിന് നിർബന്ധമാണ്.
വേർപിരിയുന്ന സമയത്തുള്ള വീട്ടിലാണ് ഇരിക്കേണ്ടത്. അനാവശ്യമായി അവൾ പുറത്തു പോകാൻ പാടില്ല. അള്ളാഹു സന്തോഷത്തോടെ ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.